A+2 സ്വാഗതം. നമ്മുടെ നാട്ടിൽ നിന്ന് നിരവധി ആളുകൾ വിദേശത്ത് പലവിധ ജോലികൾക്കായി പോയിട്ടുണ്ട്. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ജോലിയിൽ ഇരിക്കുമ്പോൾ മരണമടയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങൾ എങ്ങനെയാണ് ലഭ്യമാക്കുന്നത് എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. പ്രധാനപ്പെട്ട വിവരമാണ്, നിരവധി പേർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ സന്തോഷം. വിദേശ രാജ്യങ്ങളിൽ ജോലിയിലിരിക്കെ മരണമടയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ നിയമാനുസൃത അവകാശികൾക്ക് അയാളുടെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും. അദ്ദേഹം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ശമ്പള കുടിശ്ശിക ഉണ്ടെങ്കിലും, ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലും, കമ്പനിയിൽ നിന്നും എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിലും ഒക്കെ അതിൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് നിയമാനുസൃത അവകാശികളായിരിക്കും. അവർക്കായിരിക്കും ഈ ആനുകൂല്യങ്ങൾ മരണത്തിനു ശേഷം ലഭിക്കുക. മരണമടയുന്ന ഇന്ത്യൻ പൗരന്മാരുടെ അവകാശികൾക്കാണ് ഇത് ലഭിക്കുക എന്ന് ചുരുക്കം. ആ തുക അയച്ചു നൽകുന്നത് ഇന്ത്യൻ എംബസി വഴിയാണ്. അത് നൽകുന്നത് ജില്ലാ കളക്ടറുടെ പേരിലായിരിക്കും. പ്രത്യേകിച്ച് ഓർക്കുക, ഇന്ത്യൻ എംബസി വഴി ഔദ്യോഗികമായി വരുന്ന മരണപ്പെട്ട ആളുടെ ആനുകൂല്യങ്ങൾ അത് നിയമാനുസൃത അവകാശികൾക്ക് നൽകുകയാണ് ചെയ്യുന്നത്. മരണാനന്തര അവകാശങ്ങളും, ശമ്പള കുടിശ്ശികയുണ്ടെങ്കിൽ അതും, നഷ്ടപരിഹാര തുകയുണ്ടെങ്കിൽ അതും, ബാങ്ക് ഡിപ്പോസിറ്റ് എന്നിവയുമൊക്കെ അവകാശികൾക്ക് നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. എംബസിയിൽ നിന്ന് ചെക്ക്, ഡ്രാഫ്റ്റ് എന്നിവ ജില്ലാ കളക്ടർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അത് ജില്ലാ കളക്ടറുടെ പേരിൽ തന്നെയുള്ള ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. മരണമടഞ്ഞ ആളിൻ്റെ അനന്തരാവകാശികളെ ഇങ്ങനെ ഒരു തുക എംബസി വഴി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഒരു കത്ത് മുഖേന അറിയിക്കുകയും ചെയ്യും. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ, തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ്, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ്, സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഇൻഡെമിനിറ്റി ബോണ്ട് എന്നിവ സഹിതം ഹാജരാകുന്നതിനാണ് ഇപ്രകാരം ജില്ലാ കളക്ടർ നോട്ടീസ് അയക്കുന്നത്. വിദേശത്ത് മരണപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് തങ്ങളുടെ അവകാശം തെളിയിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട തഹസിൽദാരിൽ നിന്നും വാങ്ങിയ അവകാശ സർട്ടിഫിക്കറ്റ്, യഥാർത്ഥ ആളെ തിരിച്ചറിയുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസർ അനുവദിച്ച തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റ്, ബന്ധുത്വ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാണ് തുക കൈപ്പറ്റാനുള്ളത്. 100 രൂപയുടെ മുദ്രപത്രത്തിൽ ഒരു ഇൻഡെമിനിറ്റി ബോണ്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ആണ് ഈ തുക അനുവദിച്ച് നൽകുന്നത്. പ്രസ്തുത ഇൻഡെമിനിറ്റി ബോർഡിൻ്റെ പത്രത്തിൽ അവകാശികളും സാക്ഷികളും നേരിട്ട് ഹാജരായി തന്നെ ഒപ്പിടേണ്ടതുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരു അവകാശി ഉണ്ടെങ്കിൽ അവരുടെ അവകാശ തുക അവർ പ്രായപൂർത്തിയാകുന്നത് വരെ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റായി ചെയ്യുകയാണ് ചെയ്യുന്നത്. 2003 മുമ്പ് മരണമടഞ്ഞ ആൾക്കാരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാര തുക നൽകുമ്പോൾ 2 സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യമോ സോൾവൻ്റായ 2 പേരുടെ ബോണ്ടോ ആവശ്യമാണ്. ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യം എന്ന വ്യവസ്ഥ ബന്ധപ്പെട്ട അവകാശികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി ജില്ലാ കളക്ടർമാരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 6/9/2003 ആ ഒരു വ്യവസ്ഥ മാത്രം നീക്കം ചെയ്യുകയുണ്ടായി. നിലവിൽ സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം വിദേശ രാജ്യങ്ങളിൽ മരണമടയുന്ന മലയാളികളുടെ മരണാനന്തര ആനുകൂല്യങ്ങൾ പരിധിയില്ലാതെ തഹസിൽദാരിൽ നിന്നും ലഭിക്കുന്ന അനന്തരാവകാശ സർട്ടിഫിക്കറ്റിൻ്റെയും തുക കൈപ്പറ്റുന്ന ആളിൻ്റെ സ്വന്തം ജാമ്യത്തിലും വിതരണം ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് നോർക്കയുടെ ഉത്തരവാണ്. നമ്പർ 7/2004, ഡേറ്റഡ് 22/12/2004 ഈ ഉത്തരവ്. ഇന്ന് നിങ്ങളുടെ
ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ജോലിയിലിരിക്കെ ഒരു കേരളീയൻ മരണമടയുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യൻ എംബസി വഴി ലഭിക്കുന്ന അവരുടെ കമ്പനിയുടെയോ മറ്റോ അവകാശങ്ങളൊക്കെ തന്നെ ജില്ലാ കളക്ടർ മുഖേന എങ്ങനെ വിതരണം ചെയ്യും എന്നും അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം രേഖകൾ ഹാജരാക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരമാണ്. നന്ദി.